ഹായ് അസ്സലാമു അലൈക്കും. മത്ബഖ് ബൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി കൂന്തൽ നിറച്ചതാണ് കേട്ടോ. കുറച്ച് കൂന്തലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂന്തൽ മസാല ഉണ്ടാക്കാനും കുറച്ച് കൂന്തൽ നിറക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനുള്ളതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കാം. ഒരു പാന് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ മസാല കൂട്ടി വെച്ച കൂന്തൽ ഫ്രൈ ആക്കി എടുക്കുക. കുറച്ച് നമ്മൾ കൂന്തൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിറച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിൽക്കൊരു റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായി അതിൽക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം പച്ചമുളക് 2 വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ കൂന്തളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 സൈഡും ഒരുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങോട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ മസാല ഒക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിൽക്ക് ഒരു മസാല കൂടി ഉണ്ടാക്കണം. അതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കളർന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല ഉണ്ടാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ റോസ്റ്റും കൂടി തേങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കൂന്തൽ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയും ചിക്കൻ റോസ്റ്റും കൂന്തൽ റോസ്റ്റും എല്ലാം കൂടി ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓരോ കൂന്തളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മസാല ഇതിൽ നിറച്ച് കൊടുക്കുക. കൂന്തൾ ഓരോന്നിലായിട്ട് മസാല നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനൊരു ചെമ്പിൽ വെള്ളം വെച്ച് തട്ട് വെച്ച് കൊടുത്ത് നിറച്ച കൂന്തളൊക്കെ ഓരോന്നായിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് ആവി കയറ്റാം. കുറച്ച് വേവുള്ള കൂട്ടത്തിലല്ലേ കൂന്തൾ നല്ലോണം വേവണമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റോളൊക്കെ ഇരിക്കട്ടെ ആവിയിൽ. ഇതട്ടോ ആവിയൊക്കെ നന്നായിട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ചെമ്പിയിൽ നല്ല വെള്ളമൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനൊരു ഫ്രൈ പാനും കൂടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി മൂപ്പായപ്പോൾ നമ്മൾ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിൽ മിക്സാക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒരു പുളി രുചിക്ക് വേണ്ടിയിട്ട് ലേശം നാരങ്ങ നീരും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി മിക്സാക്കിയിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച കൂന്തലും കൂടി ഇതിൽക്കിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക. നല്ല അടിപൊളി രുചി കേട്ടോ. അപാര ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഈ മസാല കൂന്തലിൻ്റെ എല്ലായിടത്തും പിടിക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്.
വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ കൂന്തൽ നിറവൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോന്നായിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.